ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. അതേസമയം ഇന്ത്യ, ഇസ്രായേൽ, സൗദി അറേബ്യ ഈ മാർക്കറ്റുകൾ ഇന്നലെ ഓപ്പൺ ആയിരുന്നു. ഈ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഏഷ്യയിലെ ജപ്പാനും ചൈനയും ഹോളിഡേ ആണ്. അതേസമയം ഹോങ്കോങ്, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയൻ മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. ഈ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മുന്നേറിയിരുന്ന മാർക്കറ്റ് സൗത്ത് കൊറിയൻ മാർക്കറ്റായിരുന്നു. കോസ്പി ഇൻഡെക്സ് കഴിഞ്ഞ വർഷം 76% നേട്ടം കൊയ്തത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ബയാസും തന്നെയാണ്. ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ഡാറ്റ പുറത്തു വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് TVS മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അശോക് ലേലൻഡ്, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ബെറ്റർ ഡാറ്റയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഈ ഡാറ്റയുടെ ഇമ്പാക്റ്റ് ഇന്നലെ മാർക്കറ്റിൽ വലിയ രീതിയിൽ റിഫ്ലക്റ്റഡ് അല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ITC സ്റ്റോക്കിലുണ്ടായിട്ടുള്ള വിലയിടിവാണ്. സിഗരറ്റിന്മേൽ 2050 മുതൽ 8500 രൂപ വരെ 1000 സ്റ്റിക്കും മേലെ എക്സൈസ് ഡ്യൂട്ടി ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിരുന്നു. ഫെബ്രുവരി 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ITC സ്റ്റോക്ക് പ്രൈസിലും അതുപോലെ തന്നെ ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിരുന്നു. ITCയുടെ സ്റ്റോക്ക് പ്രൈസ് അറൗണ്ട് 10% താഴെയാണ് ഇന്നലെ താഴെ വന്നിരിക്കുന്നത്. 40% റവന്യൂ ITCയുടെ വരുന്ന സിഗരറ്റിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ITCയുടെ റിസൾട്ടുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ കമ്പനികൾ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ ഹാർഷായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി പാടില്ല, മറിച്ച് ഡയലൂട്ട് ചെയ്യണം എന്ന തരത്തിൽ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ITCയുടെ സ്റ്റോക്ക് പ്രൈസിലും ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ചെറിയ മുന്നേറ്റം കണ്ടേക്കാം. എന്നിരുന്നാലും ഹയർ എക്സൈസ് ഡ്യൂട്ടി ITCയുടെയും ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെയും പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുമെന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഇന്ത്യയിലെ അറൗണ്ട് 25.5 കോടി ജനങ്ങൾ സ്മോക്കേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിലെ ഒരു പ്രോഫിറ്റബിലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റി മാർക്കറ്റുകൾക്കും ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകളിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ എല്ലാ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,362 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലോസിങ് $4,317.6 പെർ ഔൺസ് ആയിരുന്നു സ്പോട്ട് ഗോൾഡിൻ്റെ. അതുപോലെ തന്നെ സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $72.8 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ. കഴിഞ്ഞ ക്ലോസിങ് $71.23 പെർ ഔൺസ് ആയിരുന്നു. അതോടൊപ്പം അലുമിനിയം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും റെക്കോർഡ് ഹൈ തന്നെയാണ്. കോപ്പർ, സിങ്ക് ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 89.97 രൂപ പെർ ഡോളറാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ SME IPO നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPO മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡിൻ്റെ IPO ഇന്ന് ക്ലോസ് ആവുകയാണ്. രണ്ടാമത്തെ ദിവസം 15.43 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ 17.63 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ക്ലോസിങ്. നല്ലൊരു IPO ആണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു SME IPO ആണ്. മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ്. അപ്പോൾ റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ഇനാഗ്രേഷൻ അടുത്ത ദിവസങ്ങളിൽ നടന്നേക്കാം. ഗുവാഹട്ടിയിൽ നിന്ന്
കൽക്കത്തയിലേക്കാണ് ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്താൻ പോകുന്നത്. ടോട്ടൽ 120 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കുള്ള ഓർഡേഴ്സ് നൽകിയിട്ടുണ്ട്. അത് 20 ഓർഡേഴ്സ് കുറച്ചിരുന്നു. ടോട്ടലിൽ 100 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കുള്ള ഓർഡറാണ്. ആദ്യത്തെ 10 എണ്ണം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് BEML ആണ്. BEML ആണ് ആദ്യത്തെ ട്രെയിനും ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. BEML 10, അതുപോലെ തന്നെ RVNL കൈനറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 10. 80 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഓർഡർ ഉള്ളത് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിനും അതുപോലെ തന്നെ BHEL കൺസോർഷ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ 2026 ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിനെ സംബന്ധിച്ചും BHELനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസ് ഷിപ്പിംഗ് മേഖലയിലും വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വന്ദേ ഭാരത് സ്ലീപ്പർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, BEML, അതുപോലെ തന്നെ BHEL ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗോൾഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, സിൽവറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചിക്കാഗോ മെർക്കൻ്റൈൽ എക്സ്ചേഞ്ച് വീണ്ടും മാർജിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ മാർജിൻ ഇൻക്രീസിന് ശേഷമാണ് ഇന്ന് പോസിറ്റീവായിട്ട് ഈ കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും 2026 ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് സിൽവറിൻ്റെ കാര്യത്തിലും ഗോൾഡിൻ്റെ കാര്യത്തിലും ഉള്ളത്. അതോടൊപ്പം മറ്റ് ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കൽപ്പത്തരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ 719 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ NMDCയുടെ ഡിസംബർ മാസത്തിൽ അയേൺ ഓർ ഔട്ട്പുട്ട് 15% ഹൈ ആണ്. തീർച്ചയായിട്ടും NMDCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അയേൺ ഓർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് NMDCക്ക് നൽകാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ TVS മോട്ടേഴ്സും അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഫിഗേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തേക്ക്. ഈ 2 സ്റ്റോക്കുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന തരത്തിലുള്ള ഡാറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് ഡാറ്റയും വളരെ ബെറ്ററാണ്. അശോക് ലേലൻ്റെ, ടാറ്റ മോട്ടേഴ്സ്, ഐഷർ ഈ കമ്പനികളും എക്സലൻറ്റ് ഫിഗേഴ്സാണ് പുറത്തു വിട്ടിരിക്കുന്നത്. സ്റ്റീൽ പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇന്ത്യയിലത്തെ സ്റ്റീൽ പ്രൈസ്. 5 ഇയർ ലോവലാണ് ട്രേഡിങ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്മോഡിറ്റിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കൺസംഷനാണ് സ്റ്റീലിൻ്റെ കാര്യത്തിൽ കാണുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് 2026 കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്റ്റീൽ സെക്ടർ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. സെയില്, ടാറ്റ സ്റ്റീല്, JSW സ്റ്റീല്, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. JSL ലിമിറ്റഡ്, ഒപ്പം ജിൻഡാൽ സ്റ്റീൽ ലിമിറ്റഡും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഓവറോൾ മെറ്റൽ സ്റ്റോക്കുകൾക്ക് പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ്. പ്രത്യേകിച്ച് ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് ഒക്കെ അനൗൺസ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അതോടൊപ്പം ഭാരത് ഇലക്ട്രോണിക്സ് വീണ്ടും വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 569 കോടി രൂപ ഓർഡറാണ്. അതുപോലെ തന്നെ റെയിൽടെൽ 56.71 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ദേവയാനി ഇന്റർനാഷണലും സഫയർ ഫുഡ്സും തമ്മിൽ മെർജ് ചെയ്യാണ്. 100 സഫയർ ഫുഡ്സിൻ്റെ ഷെയർസിന് 177 ദേവയാനി ഇന്റർനാഷണൽസിൻ്റെ ഷെയർസാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഈ മെർജറിന് ശേഷം KFC, അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സ് ഇത്തരത്തിലുള്ള ക്വിക്ക് സർവീസസ് റെസ്റ്റോറൻറ്റ് ചെയിൻ മേഖലയിൽ ദേവയാനി ഇന്റർനാഷണൽ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറാൻ പോവുകയാണ്. പോസിറ്റീവാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ ധാരാളം കമ്പനികളും ഈ രംഗത്ത് പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കോമ്പറ്റീഷനും ഈ രംഗത്തുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഓവർസീസ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ട്രംപ് ഫർണിച്ചർ അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റിന്മേലുള്ള ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്യുന്നത്, താരിഫ് ഇൻക്രീസ് ചെയ്യുന്നത് ജനുവരി 2027 നീട്ടി വെച്ചിരിക്കുകയാണ്. കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് ഇത്തരത്തിൽ നീട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അതേസമയം മറ്റ് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കമോഡിറ്റി മാർക്കറ്റിലൊക്കെ ഉണ്ടായേക്കാം. വീണ്ടും വലിയ രീതിയിൽ ഫ്ലയറപ്പ് ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഗോൾഡിന് അത് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. സിൽവറിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. 2026 കോപ്പർ ആയിരിക്കും താരം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ മുമ്പേ സജസ്റ്റ് ചെയ്തിരുന്നു. ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ ഈ രംഗത്തുള്ള റിക്വയർമെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക്, ഈ കമോഡിറ്റികൾ 2026 നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. 2026 രണ്ടാമത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾ, അമേരിക്കൻ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവും, യൂറോപ്പിലൊരു മിക്സഡ് ഓപ്പണിംഗ് ആയിരിക്കാം, പല മാർക്കറ്റുകൾക്കും അവധിയായിരിക്കാം, അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം വളരെ കുറവായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ ഇന്ത്യയിൽ നല്ല രീതിയിൽ മുന്നേറ്റമാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.